സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ അവസാനം വായിച്ച പദ്യം അത് നമ്മൾ തുടങ്ങിയപ്പോൾ ബെല്ലടിച്ചു. ആരും അടിച്ചതല്ല, സമയം തീർന്നു പോയതുകൊണ്ട് ബസർ അല്ലേ, ബസർ ആരോ പ്രസ് ചെയ്തു, അതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതൊന്ന് പറയാം. സാത്വികമെട്ടായി ദശഭവത്തയായി തന്നൈ നീത്തവനായി താനായി പിന്നേയമായി കൂർത്തതെല്ലാം ശുദ്ധഭവത്തൈ തുകക്ഷി തുകളറ്റ അദ്വിതർക്കേതു മുടിയ. ഇതാണ് ആ പദ്യം. സാത്വികമെട്ടായി, സത്വഗുണങ്ങളല്ല സത്വഗുണം, അത് 8 തരത്തിലാണ് പ്രകടമാകുന്നത്. അല്ലെങ്കിൽ 8 ലക്ഷണങ്ങളിലൂടെ ഒരാളുടെ സാത്വികതയെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണ് ആ 8? നിരാശ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത സ്ഥിതി, തപം എന്ന് പറഞ്ഞാൽ വ്രതാനുഷ്ഠാനങ്ങൾ, പൊതുവെ തപസ്, പൊറുമൈ സഹനശക്തി അല്ലെങ്കിൽ ക്ഷമ, കൃപൈ കാരുണ്യം അല്ലെങ്കിൽ അനുകമ്പ, ശന്തോടം പ്രസന്നത, വായ്മൈ സത്യം സംസാരിക്കുക, അറിവുടൈമൈ ബുദ്ധിശക്തി സൂക്ഷ്മമായ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഗ്രഹണശേഷി, അടക്കം ഉടൈമൈ ശമം ദമം. ഇത് രണ്ടിനെയും നമുക്ക് അടക്കം എന്നുള്ള വാക്കിനകത്ത് ഉൾപ്പെടുത്താം. ഇന്ദ്രിയ നിഗ്രഹത്തെയാണ് ദമം എന്ന് പറയുന്നത്, മനസ്സിന്റെ ഉപശമത്തെയാണ് ശമം എന്ന് പറയുന്നത്. ഇങ്ങനെ 8 ഗുണങ്ങളാണ് സാത്വികന്മാരിൽ കാണപ്പെടുന്നത്. ഇനി ദശവത്തയായി 10 അവസ്ഥകളായി. ആ 10 എന്ന് പറയുന്നത്, ആ 10 അവസ്ഥകൾ എന്ന് പറയുന്നത് ഒരു സാധകൻ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത് വരെ അയാളിൽ പ്രകടമാകുന്ന പലതരം ഭാവവ്യത്യാസങ്ങൾ. അതിൽ ഏതെങ്കിലും 1, 2, 3 അല്ലെങ്കിൽ എല്ലാം തന്നെയോ പ്രകടമാവാം. പ്രകടമാവണം എന്ന് നിർബന്ധമില്ല, പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ പ്രകടമായി കണ്ടിട്ടുണ്ട്. ആ 10 അവസ്ഥകളെയാണ് പറയുന്നത്. ഒന്നെന്താണ്? മനസ്സിന്റെ ഏകാഗ്രത, ഫോക്കസിങ്. ആ ഏകാഗ്രതയിൽ അയാൾ എന്താ കാണുന്നത്? പ്രപഞ്ചത്തെ മായാകാര്യമായിട്ടല്ല കാണുന്നത്, മറിച്ച് ഭഗവാന്റെ ഒരു അരുളോ പ്രകടനമോ ആയിട്ടാണ് കാണുന്നത്. ഭഗവത് കൃപ പ്രപഞ്ച രൂപത്തിൽ പ്രകടമാകുന്നു. അവിടെയും അദ്ദേഹം ഓർമ്മിക്കുന്നത് ഭഗവാനെയാണ്, അല്ലാതെ മായയല്ല. മായാശക്തിയുടെ അധിപനാണ് ഈ ഭഗവാൻ എന്നുള്ളത് ശരി, പക്ഷേ ഊന്നൽ കൊടുക്കുന്നത്, കേന്ദ്രീകരണം ഈശ്വരനിലായിരിക്കും. അങ്ങനെയുള്ള ഏകാഗ്രത. അടുത്തതെന്താ? മാനസികവും ശാരീരികവുമായ എല്ലാ ശീലങ്ങളെയും ഉപേക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനം. ഞാനിനി മാനസികവും ദൈഹികവുമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇനി ആത്മാവിലായിരിക്കും, ഭഗവത് സ്മരണയിലായിരിക്കും, ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലായിരിക്കും ഞാൻ ഇനി എൻ്റെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടാൻ പോകുന്നത് എന്നൊരു തീരുമാനം എടുക്കുക. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, കഴിഞ്ഞ ജന്മങ്ങളിൽ അനുഭവിച്ചു തീർത്ത പലതരത്തിലുള്ള കഷ്ടങ്ങളും ദുരിതങ്ങളും അതിനെയൊക്കെ ഓർത്ത് നെടുവീർപ്പിടുക. അങ്ങനെയൊക്കെ ഞാൻ ഇരിക്കേണ്ടി വന്നല്ലോ എന്ന് ഉള്ളിലൊരു താപം ഉണ്ടായാലേ ഈ സംസാരത്തിൽ നിന്നും ഈ ജന്മത്തിൽ തന്നെ ഞാൻ കരകയറണം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും. അല്ലാതെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇപ്പോൾ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല. ഈ ദുഃഖമാണ് മനുഷ്യനെ വിവേകിയാക്കി തീർക്കുന്നത്. എവിടെയും നോക്കിക്കോ. ഈ പരീക്ഷത്തിന് 7-ാം ദിവസം തക്ഷകൻ വന്ന് കടിക്കും എന്നുള്ള ശാപം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ അടുത്തെങ്ങാനും ഈ പരീക്ഷത്ത് തത്വജ്ഞാനത്തെ ആശ്രയിക്കുകയോ നമുക്ക് ശ്രീമദ് ഭാഗവതം ലഭിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇതുപോലെ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന്റെ തളർച്ച, ആ വിഷാദ യോഗം, അർജുനന് വന്നത് വിഷാദമാണ്, പക്ഷെ കൃഷ്ണൻ അതിനെ വിഷാദ യോഗമാക്കി മാറ്റി. വിഷാദത്തെ ഭഗവാനുമായി ചേരാനുള്ള
ഒരു ഉപാധിയാക്കി തീർത്തു പരമാത്മാവായ കൃഷ്ണൻ. അപ്പൊ എന്തും ഏത് ഭാവത്തെയും നമുക്ക് ഈശ്വരനോട് ഘടിപ്പിക്കാൻ പറ്റും. ദുഃഖം വരുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. അപ്പോഴാണല്ലോ ഈ അമ്പലങ്ങളിലൊക്കെ തിരക്ക് കൂടുന്നതും വഴിപാടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഒക്കെ. ഇപ്പൊ വളരെ കൂടുതൽ എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ സാധാരണ അമ്പലത്തിലൊന്നും പോകാറില്ല, കാണാറുണ്ട്, പുറത്തുനിന്ന് തൊഴാറുണ്ട്, അകത്ത് കയറാറില്ല. കാരണം ഭഗവാൻ അകത്താണ്, ശരിക്കും ഇവിടെയാണ് എന്ന് കുറേയൊക്കെ ഉറപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ആ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, കയറിക്കൂടാ, അങ്ങനെയുള്ള നിർബന്ധവും ഇല്ല. അപ്പൊ ദുഃഖം മനുഷ്യനെ ഭഗവാനോട് അടുപ്പിക്കുന്നു. സുഖം സാധാരണ അടുപ്പിക്കാറില്ല. പക്ഷേ നല്ല പാകത വന്നവന് ഈ സുഖവും ആത്മസ്മരണത്തിന്, ഭഗവത് ചിന്തനത്തിന് കാരണമായി തീരാം. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, സുഖമായി ജീവിക്കുന്നു. അയാൾ എന്ത് ചിന്തിക്കുമെന്നറിയാമോ? ഭഗവാന്റെ ഒരു കാരുണ്യം, ഞാൻ ഇതിനു മാത്രം പുണ്യം ചെയ്തിട്ടുണ്ടോ? ഭഗവാന്റെ കൃപയല്ലാതെ എനിക്ക് ഈ സർവ സൗഭാഗ്യങ്ങളും എങ്ങനെ ലഭിക്കും എന്ന് ഭഗവാനുമായി അയാളുടെ മനസ്സ് ചേരുകയാണ് ചെയ്യുന്നത്. ഭയം വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഭഗവാനെയാണ് വിളിക്കുക, ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എനിക്ക് വല്ലാതെ ഭയമാകും. വാസ്തവത്തിൽ സുഖത്തിൽ ഭഗവത് സ്മരണം ഉണ്ടാവുന്നതാണ് ശ്രേഷ്ഠം. ദുഃഖത്തില് എല്ലാവരും ദൈവത്തെ വിളിക്കും, അതില് പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നെടുവേർപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രകടനം. നാലാമത്തത്, മനസ്സ് അതീന്ദ്രിയമായ ഒരു തലത്തിലെത്തുമ്പോൾ ശരീരോഷ്മാവ് വർദ്ധിക്കും. ശരീരത്തിൽ ആ ചൂട്, സാധാരണ ചൂടിനേക്കാളും അല്പം കൂടുതൽ ചൂട്, കുറച്ചുകൂടെ വാംത്ത്, ആ ഉഷ്ണം അല്പം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളും ഉണ്ടാകാം. പിന്നെന്താ, ആഹാരം, വസ്ത്രം, അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെ പോലും വേണ്ട എന്ന് വെക്കുക, അല്ലെങ്കിൽ അവ പോലും ആവശ്യമില്ല എന്ന് തോന്നിപ്പോവുക, അങ്ങനെ ഒരു സ്ഥിതിയും. അത് കഴിഞ്ഞിട്ടെന്താ, മറ്റുള്ളവരുമായി സംസാരിക്കാൻ തന്നെ ഒരു താല്പര്യം തോന്നുന്നില്ല. വിശേഷിച്ചും ആരുമായിട്ടും ഒരു തർക്കത്തിനും താൻ ഒരുപ്പെടുന്നില്ല, തർക്കിക്കുന്നില്ല എന്നുള്ളത് ശരി, മറ്റുള്ളവരോട് സംസാരിക്കാനും ഇഷ്ടമില്ല. കാരണം അവരൊക്കെ ലൗകിക കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് അവർക്കും കേൾക്കണ്ട, അവര് പറയുന്നത് ഇദ്ദേഹത്തിനും കേൾക്കണ്ട, പിന്നെ എന്തിനാ ഈ സംസാരം, അതിൻ്റെ പോലും ആവശ്യമില്ല എന്ന് കരുതി കഴിഞ്ഞുകൂടുക. ആ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പ്രകടമാവാം എന്നാണ് ഈ സത്വഗുണമല്ല, ആ ഈശ്വരനിലേക്ക് പോകുന്ന സത്വഗുണത്തിന്റെ പ്രകടനം തന്നെയാണ്. ഈശ്വരനിലേക്ക് പോകുന്ന വിവിധ ഘട്ടങ്ങളിൽ ഒന്നാണിത്. ഇനിയോ മൗനം, മറ്റുള്ളവരുമായിട്ട് തർക്കിക്കാനില്ല എന്ന് പറയുന്നത് കൊണ്ട് അവിടെ തർക്കം മാത്രം എടുക്കാം, നേരത്തെ പറഞ്ഞതിൽ. ഇവിടെ ആരോടും ഒന്നും സംസാരിക്കാൻ തന്നെ ഇഷ്ടമില്ല. ആധ്യാത്മിക കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യണമെന്ന് താല്പര്യമില്ല. എന്തുകൊണ്ട്? അത് ചർച്ച ചെയ്തത് കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല. അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്, അവനവൻ്റെ ഉള്ളിലാണ് അതിനെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് വാക്കുകൾക്ക് പോലും കാര്യമായ പ്രാധാന്യം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിൻ്റെയും പ്രാധാന്യം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാം. ഇനി എട്ടാമത്തേത്, ഭേദങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് നീങ്ങുക. പുറമെ യാതൊരു തരത്തിലുള്ള വ്യത്യാസം, ഭേദവും പ്രകടമാക്കാതെ ഇരിക്കുക. അല്ലെങ്കിൽ ഒരുതരം ഉന്മാദം ബാധിച്ചവനെ പോലെ കാണപ്പെടുക. ഈ സമത്വം എന്ന് പറയുന്നത് ഭ്രാന്തിന്റെ ലക്ഷണമാണ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഭേദചിന്തയുണ്ടെങ്കിലേ മനുഷ്യന് വെളികൊള്ളൂ എന്ന് കരുതുന്ന കൂട്ടരുണ്ട്. ഞാനിപ്പോൾ എല്ലാവരെയും തുല്യമായി കാണാൻ തുടങ്ങിയാൽ എനിക്ക് എന്തോ അസുഖം, തലയ്ക്ക് അസുഖം എന്നല്ലേ ആൾക്കാർ പറയുക. എല്ലാവരോടും ഒരേപോലെ പെരുമാറുക. അപ്പോൾ സമത്വം വട്ടിന്റെ ലക്ഷണമാണ് എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ആ ഏകത്വം അല്ലെങ്കിൽ സർവം ഈശ്വരമയം എന്നുള്ള ഭാവം ബുദ്ധിയിൽ അങ്ങോട്ട് ഉറച്ച് ഭേദങ്ങളൊക്കെ ഇല്ലാതാകുമ്പോൾ ഭ്രാന്തനെ പോലെ കാണപ്പെട്ടു എന്ന് വരാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയും ഉണ്ട്. ഒമ്പതാമത്തെ അവസ്ഥ ഇതാണ്. ആ ഈശ്വരീയമായ തലത്തിലേക്ക് ഉയർന്ന് ചിലപ്പോൾ ബോധക്ഷയം വരെ സംഭവിച്ചു എന്ന് വരാം. ദേഹപ്രജ്ഞ, ബാഹ്യപ്രജ്ഞയറ്റ് അങ്ങനെ കിടക്കും. രമണ മഹർഷിയൊക്കെ ആ പാതാള ഗുഹയിൽ ഈ അവസ്ഥയിൽ കഴിഞ്ഞു എന്നാണ്. ബാഹ്യപ്രജ്ഞ പോലും ഇല്ലാതെ ശരീരത്തിൽ കൃമിയും കീടങ്ങളും ഒക്കെ കടിച്ച് അവിടെയൊക്കെ പുണ്ണായി, പക്ഷെ ഒന്നും തിരിച്ചറിഞ്ഞില്ല, ദേഹപ്രജ്ഞ പോലും ഇല്ലായിരുന്നു എന്നാണ്. അപ്പോഴാണ് ആര് അവിടെ വന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയത്? കാവ്യകണ്ഠ ഗണപതി അല്ലേ? ശേഷാദ്രി സ്വാമികൾ. ശേഷാദ്രി സ്വാമികളാണ്
ഈ ബാലരമണനെ, അന്ന് രമണ മഹർഷി പോലും അല്ല, രമണ മഹർഷി എന്നുള്ള പേര് കൊടുത്തത് കാവ്യകണ്ഠ ഗണപതി മുനിയാണ്. സംസ്കൃത പണ്ഡിതനായിരുന്നു. മന്ത്രങ്ങളൊക്കെ, മന്ത്രശാസ്ത്രത്തിൽ റിസർച്ച് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ എന്താ, സ്വസ്ഥതയില്ല. അപ്പം അദ്ദേഹം രമണ മഹർഷിയോട് വന്ന് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ഉള്ളിലൊരു വ്യക്തതയുണ്ടായി. അദ്ദേഹം കൊടുത്ത പേരാണ് രമണ മഹർഷി. അപ്പം ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവന്റെയും ജീവചരിത്രത്തിൽ കാണാം. ഭജന ചെയ്ത് അദ്ദേഹം ഒരു ഉന്മത്തനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്ത് അവസാനം മയങ്ങി താഴെ വീഴും. അതൊക്കെ സമാധിയുടെ ഒരു തലം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. മനസ്സ് ആ ദേഹവും ലോകവുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ട് ഒരു ഉന്നതമായ സ്ഥിതിയിൽ എത്തിച്ചേരും. അപ്പോൾ ഇതുപോലെയുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഉണ്ടായി എന്ന് വരാം. കാരണം ആ പ്രാണശക്തി തന്നെ, പ്രാണസ്പന്ദനം തന്നെ നിലയ്ക്കുന്നു. പ്രാണസ്പന്ദനം നിലയ്ക്കുന്നത് എപ്പോഴാണ്? സമാധിയിലാണ്. അപ്പൊ ആ പ്രാണസ്പന്ദനം ക്രമേണ കുറഞ്ഞ് മനസ്സ് ദേഹ, ഇന്ദ്രിയ, മനോബുദ്ധി തലങ്ങളെയൊക്കെ അതിക്രമിച്ച് ആ ബോധതലത്തിലേക്ക് എത്തുമ്പോൾ ശരീരം ചിലപ്പോൾ നേരെ നിന്നു എന്ന് വരില്ല, അത് താഴെ പതിച്ചു പോവും. അതിനൊക്കെ ഒരു കോൺഷ്യസ് ആയി, ബോധപൂർവമായി ഈ ശരീരത്തിൽ മനസ്സ് ഒട്ടി നിന്നാലേ നിവർന്നിരിക്കാനും തല കുമ്പിടാതെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ പറ്റൂ. ഉറക്കത്തിലേക്ക് പോകുന്ന ഒരാളുടെ തല ഇങ്ങനെ കുമ്പിട്ട് പോകും, ഇങ്ങനെയാണ്. തല നേരെ നിൽക്കില്ല, നിവർന്ന് നിൽക്കില്ല. അത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ്. അപ്പം മനസ്സിൻ്റെ ഒരു ഒട്ടൽ വേണം. മനസ്സ് ശരീരത്തെ അംഗീകരിച്ചുകൊണ്ട് നിന്നാലേ ശരീര അവയവങ്ങൾക്കൊക്കെ അതാതിൻ്റെ തലത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അവസാനത്തെ ഘട്ടം എന്താ? ബോധം തന്നെ ഇല്ലാതെ അങ്ങനെ ഇരിക്കുക. ഞാനെന്നുള്ള ഭാവത്തെയും വിട്ടിട്ട്. എന്നാൽ ഇതുപോലെ മയക്കം വന്ന് താഴെ വീഴുകയല്ല ചെയ്യുന്നത്. ബോധരഹിതനായി നിലംപതിക്കുന്നുമില്ല, കണ്ണൊക്കെ തുറന്നിരിക്കുന്നു. പക്ഷെ സാധാരണ ആൾക്കാരെ പോലെയല്ല. ഏതാണ്ട് നമ്മുടെ ആരെ പോലെ? ഹസ്താമലകനെ പോലെ. ഹസ്താമലകന്റെ ചരിത്രം എങ്ങനെയാ? കർണാടകത്തിലെ ഒരു ഗ്രാമത്തില് ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ യാത്ര ദിഗ്വിജയം ചെയ്യുമ്പോൾ കർണാടകത്തിലെ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഒരു കുട്ടിയെയും കൊണ്ടുവന്നു. 6 വയസ്സോ 7 വയസ്സോ എങ്ങാണ്ട് ആയതേ ഉള്ളൂ. അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവന്നിട്ട് മകന് ഉന്മാദമാണ്, ഭ്രാന്താണ്. എന്താ? ആഹാരം കഴിക്കുന്നില്ല, മിണ്ടാറില്ല, കുളിക്കാറില്ല, മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കാറില്ല, കളികളിൽ ഏർപ്പെടാറില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ അബ്നോർമാലിറ്റി എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. വാസ്തവത്തില് അതാണ് നോർമൽ. നമ്മള് ഭ്രാന്തിനെ സ്വാഭാവികതയെന്നും സ്വാഭാവിക സ്ഥിതിയെ ഭ്രാന്തെന്നും തെറ്റായി മനസ്സിലാക്കും. എന്ന് വെച്ച് എല്ലാ ഭ്രാന്തന്മാരും ജ്ഞാനികളാണ് എന്നല്ല. അപ്പോൾ ആ കുട്ടിയെ ശങ്കരാചാര്യ സ്വാമികളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി ശങ്കരാചാര്യ സ്വാമികൾ ചോദിച്ചെന്താ? കസ്ത്വം ശിശോ. അങ്ങനെയാണ് ആ ഹസ്താമലീയം തുടങ്ങുന്നത്. അങ്ങനെയാണ്. ഹേ കുഞ്ഞെ, നീ ആരാണ്? ഈ ആചാര്യന്മാരുടെ ഒരു പരമ്പര നോക്കൂ. ഈ ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവായിരുന്നു ഗോവിന്ദ ഭഗവത്പാദർ. നർമ്മദാ തീരത്ത് അദ്ദേഹം സമാധിസ്ഥനായി ഒരു ഗുഹയിൽ കഴിയുകയായിരുന്നു. അവിടെ ശങ്കരൻ എത്തിയപ്പോഴും ഇതേ ശങ്കരനോട് ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചത് കസ്ത്വം എന്നാണ് ചോദിച്ചത്. നീ ആരാണ് എന്നാണ് ചോദിച്ചത്. അതേ ശങ്കരൻ ഈ ഹസ്താമലകനോട്, അത് ഹസ്താമലകൻ എന്നുള്ളത് അദ്ദേഹം നൽകിയ പേരാണ്, ആ ബാലനോട് ചോദിച്ചതും കസ്ത്വം ശിശോ കൈഹ കുതോസി ഗന്ധ. അല്ലെ? അങ്ങനെ കസ്ത്വം ശിശോ, കസ്ത്വം ശിശു, പിന്നെ കൈഹ എന്ന് വരില്ല. കസ്ത്വം ശിശോ, നീ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എത്രയോ കാലമായി ഒന്നും മിണ്ടാതെ മൂകനായിരുന്ന ആ കുട്ടി പാകതയുള്ള, പക്വതയുള്ള, താൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ചോദിച്ചപ്പോൾ സംസാരിച്ചു തുടങ്ങി. അതും പദ്യരൂപത്തിൽ. അതാണല്ലോ ഹസ്താമലകീയം. അത് ഒരെണ്ണം പഠിച്ചാൽ മതി. ഒരുപാടൊന്നും പഠിക്കാൻ പോണ്ട. 10 പദ്യങ്ങളല്ലേ അത്? 10 ആണെന്ന് തോന്നുന്നു. 10 പദ്യങ്ങൾ അല്ലെ? കസ്ത്വം ശിശോ ശങ്കരാചാര്യർ ചോദിക്കുന്നതാണ്. ഹസ്താമലകൻ പറയുന്ന മറുപടി 10 പദ്യങ്ങളാണ്. ഘനച്ഛന്ന ദൃഷ്ടിർ ഘനച്ഛന്നമർക്കം യഥാനിഷ്പ്രഭം മന്യതേ, യഥാനിഷ്പ്രഭം മന്യതേ ജാതിമൂഢ. അങ്ങനെ എനിക്ക് കാണാതെ അറിയില്ല, കാണാതെ പഠിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. നമുക്ക് കാണാതെ പഠിക്കാൻ, ഇല്ലെങ്കിൽ കൂടെ എടുത്ത് വായിക്കണം, എന്നാലല്ലേ അത് ഹൃദയസ്ഥമാകും. അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥകളിൽ കഴിഞ്ഞ മഹാത്മാക്കൾ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടെന്നാണ്. ശരീരപ്രജ്ഞയില്ലാതെ അങ്ങനെ ഇരിക്കും. പക്ഷെ അവരുടെ മനസ്സ് ഒന്നിനെയും രേഖപ്പെടുത്തുന്നില്ല. ബോധക്കേട് സംഭവിക്കുന്നുമില്ല.
കണ്ണൊക്കെ തുറന്നിരിക്കുകയാണ്, ഉണർന്നിരിക്കുകയാണ്. പക്ഷേ മനസ്സ് ഒന്നിനെയും രേഖപ്പെടുത്താതെ ദിവ്യമായ ആ ആത്മതലത്തിൽ അന്തർമുഖമായി കഴിഞ്ഞുകൂടുന്നു. അഹങ്കാരം നശിച്ച ഒരവസ്ഥയാണത്. ഇങ്ങനെ 10 ഘട്ടങ്ങൾ ഒരു സാധകനിൽ കണ്ടേക്കാം. ഇനി വായിച്ചു തുടങ്ങാം. സാത്വികമെട്ടായി ദശവവത്തയായി തന്നെ നീത്തവനായി എന്ന് പറഞ്ഞാൽ തന്നെ നീക്കിയവനായി എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ അവഗണിച്ചവനായി, തള്ളിക്കളഞ്ഞവനായി, ഞാനെന്ന ഭാവത്തെ അംഗീകരിക്കാത്തവനായി നിൽക്കും. ഞാനെന്ന ഭാവത്തെ അംഗീകരിക്കാതെ നിൽക്കാൻ കഴിയുന്നതാണ് ആത്മസ്ഥിതി. അതിൽ ഒരു നേരിയ ഞാൻ എന്നുള്ള ബോധം പോലും നമ്മെ പതിപ്പിക്കും. ആ സത്യത്തിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് കളയും. നമ്മൾ താഴോട്ട് വരുമ്പോഴാണ് ഈ ഞാൻ എന്നുള്ള ഭാവം പൊന്തുന്നത്. ആത്മതലത്തിൽ അഹങ്കാര ലേശം പോലുമില്ല. തന്നെ നീത്തവനായി താനായി, തന്നെ നീക്കിയവനായി, അതേസമയം താൻ മാത്രമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തന്നെ നീക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ താനല്ലാത്ത തന്നിൽ ആരോപിക്കപ്പെട്ട അഹങ്കാരത്തെ നീക്കിയാൽ താൻ താനായി അഥവാ ആത്മാവായി ബാക്കി നിൽക്കും. അതാണ് താനായി. തന്നെ നീത്തവനായി താനായി പിന്നേയമായി. നേയം എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞേയം എന്നുള്ളതിനെയാണ് നേയം എന്ന് പറയുന്നത്. അറിയപ്പെടേണ്ടത്. എന്താണ് അറിയപ്പെടേണ്ടത്? ആത്മാവ്, ബ്രഹ്മം, അല്ലാതെ വേറെന്താ അറിയപ്പെടേണ്ടത്? ജ്ഞേയമായി. ഇതൊരു 5-6 പ്രാവശ്യം ഞാൻ ഈ പദ്യം വായിച്ചു. അപ്പോഴൊന്നും ഈ നേയം, ജ്ഞേയത്തിന്റെ തമിഴ് വാക്കാണ് എന്നുള്ളത് എൻ്റെ ബുദ്ധിയിൽ ഭഗവാൻ തോന്നിച്ചില്ല. അതാ ഇപ്പൊ തോന്നിച്ചു. പല പ്രാവശ്യം വായിച്ചു ഞാൻ. എന്താണ് ഈ നേയം? നേയം, ജ്ഞേയം. അത് തോന്നിയത് ഇപ്പോഴാണ്, ഈ സെക്കൻഡിലാണ് തോന്നിയത്. ഇതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ പഠിച്ചല്ല സംസാരിക്കുന്നത്. നമ്മിലൂടെ ഈശ്വരൻ എന്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ഈ നാവിലൂടെ പുറത്തേക്ക് വരുന്നു. അതാണ് സത്യം. ഇതൊരു പെരുമയ്ക്കോ മറ്റിനോ വേറെന്തെങ്കിലും വേണ്ടി പറയുന്നതല്ല, ആളാവാൻ വേണ്ടി പറയുന്നതല്ല. സത്യം അതാണ്. പലപ്പോഴും നമ്മൾ സംസാരിച്ചത് പിന്നീട് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് പിന്നീട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ആശ്ചര്യം തോന്നാറുണ്ട്. ഇത് ഞാൻ തന്നെയാണോ? ശബ്ദം എൻ്റെതാണ്, അതിൽ തർക്കമില്ല. പക്ഷെ ഈ ആശയങ്ങൾ, ഈ വാക്കുകൾ, ഈ ഉപമകൾ, ഇതൊക്കെ എവിടുന്ന? സത്യത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. അല്ലാതെ ഈ വ്യക്തിക്ക് ആ സത്യത്തെക്കുറിച്ച് ഒരക്ഷരം പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. തികഞ്ഞ ഈശ്വര കൃപ കൊണ്ടാണ് ഭഗവാനെ കുറിച്ച് പോലും നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. അതെ, കേൾക്കുന്നവരുടെ പുണ്യമാണ് ആ കേൾക്കാനുള്ള സന്ദർഭം കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു ഡിവൈൻ ഗ്രേസ് ആണ്, തികഞ്ഞ ഈശ്വര കൃപ, ഈശ്വര കടാക്ഷമാണ്. അപ്പോൾ ജ്ഞേയമായി അറിയപ്പെടേണ്ട ആത്മാവിൽ പ്രേമമുള്ളവനായി തീർന്ന് കടുത്ത ഇഷ്ടം, ഭഗവാനിൽ ഒരു അനുരാഗം, അതാണ് ഭക്തി. പരമപ്രേമം എന്നാണ്. സാത്വസ്മിൻ പരമപ്രേമരൂപ. നിഷ്കപടമായ അനുരാഗം, സ്വാർത്ഥതയുടെ കറപുരളാത്ത അനുരാഗമാണ് ഭക്തി എന്നാണ് ശാണ്ഡില്യ ഭക്തി സൂത്രത്തിൽ പറയുന്നത്. നമുക്ക് ഈ ഭക്തി സൂത്രം എന്നുള്ളത് 2 പേര് എഴുതിയ പുസ്തകങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്ന് നാരദ മഹർഷി രചിച്ച നാരദീയ ഭക്തി സൂത്രം, വേറൊന്ന് ശാണ്ഡില്യ മഹർഷി രചിച്ച ശാണ്ഡില്യ ഭക്തി സൂത്രം. ഇതിൻ്റെ ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി റിസർച്ച് ചെയ്യുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പഠിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരു വായിക്കാനും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദർഭവും കിട്ടിയത്. താരതമ്യ പഠനം ശാണ്ഡില്യ ഭക്തി സൂത്രത്തിനും നാരദീയ ഭക്തി സൂത്രത്തിനും. ശാണ്ഡില്യ മഹർഷി എന്ത് പറയുന്നു? ഭക്തി എന്താണ്? ഭക്തിയുടെ പ്രകടനം എങ്ങനെയാണ്? ഭക്തിക്ക് എന്താണ് കാരണം? ഒരു ഭക്തന്റെ സവിശേഷതകൾ എന്താണ്? അത് ശാണ്ഡില്യ മഹർഷി എങ്ങനെ ഇതിനെയൊക്കെ വിവരിക്കുന്നു, നാരദ മഹർഷി എങ്ങനെ വിവരിക്കുന്നു? ഇതാണ്. അപ്പോൾ ജ്ഞേയമായി അറിയപ്പെടേണ്ട ആത്മാവിൽ ഇഷ്ടമുള്ളവനായി. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നിനും ഇഷ്ടമില്ല. ലൗകിക കാര്യങ്ങളിലൊന്നും അശേഷം താല്പര്യമില്ല, ശ്രദ്ധയില്ല. എപ്പോഴും ഈ കാര്യത്തിലാണ് കേന്ദ്രീകരണം അല്ലെങ്കിൽ ഏകാഗ്രത ഉള്ളുകൊണ്ട്. അപ്പൊ പുറമെ ദൈനംദിന കൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോക്കസിങ്, അറ്റൻഷൻ, ശ്രദ്ധ ഉള്ളിലാണ്. അതാണ് നേയമായി. കൂർത്തതെല്ലാം, കൂർത്തത് എല്ലാം. നമ്മൾ ഈ കൂർത്തത് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ളത്, കൂർത്ത അഗ്രമുള്ളത് എന്നാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുക. കൂർത്തതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെൻസിലൊക്കെ മൂർച്ചയാക്കുന്നുണ്ടല്ലോ, നല്ല പോലെ അങ്ങനെ മൂർച്ചയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം മൊട്ടുസൂചിയുടെ അറ്റം പോലെയോ. അല്പം പ്രസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും.
അപ്പൊ അത്രയും ഷാർപ്പ് പിൻ പോയിന്റഡ് ആയി നമുക്ക് ആ മൂർച്ചയാക്കാൻ പറ്റും. എന്താ ഈ മൂർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായി തീരുക, അതിസൂക്ഷ്മമാക്കി തീർക്കുക. അതാണ് മൂർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ. അറ്റം പരന്നതാകാതെ മൂർച്ചയുള്ളതാക്കി മാറ്റുക. കൂർത്തത് എല്ലാം ഈ പറഞ്ഞ 10 അവസ്ഥകളുണ്ടല്ലോ, സാധകൻ ആത്മസാക്ഷാത്കാരം നേടുന്നതിനായി പോകുമ്പോൾ സംഭവിക്കുന്ന ഈ ഘട്ടങ്ങൾ, ഇവയെല്ലാം കൂർത്തത്, എല്ലാം അതിസൂക്ഷ്മങ്ങളായ അവസ്ഥകളാണ്. എല്ലാം കൂർത്തത്, എല്ലാം വളരെ സൂക്ഷ്മമായ, സാധാരണ ബുദ്ധിക്ക് പിടികിട്ടാത്ത തലങ്ങളാണ് എന്നാണ് പറയുന്നത്. ശുദ്ധ അവസ്ഥൈ തുവക്ഷി, ശുദ്ധ അവസ്ഥകളുടെ തുവക്ഷി എന്ന് പറഞ്ഞാൽ അസ്ഥിരത കൊണ്ട്, അസ്ഥിരത എന്നാണ് അർത്ഥം. തുവക്ഷി, തുവണ്ട് വിഴുന്താൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് കുഴഞ്ഞു വീഴുക എന്നാണ് അർത്ഥം തമിഴിൽ. തുവണ്ട് വിട്ടാൻ. ശുദ്ധ അവസ്ഥൈ തുവക്ഷി, ഇവയൊക്കെ സാത്വികമായ മനസ്സിന് ഉണ്ടാകുന്ന അവസ്ഥകളാണ്. ഈ പറഞ്ഞ 10 അവസ്ഥകൾ. ആ അവസ്ഥകൾ അസ്ഥിരങ്ങളാണ്, മാറി മറിഞ്ഞു പോകും. അതുകൊണ്ട് ഇവയൊന്നും യഥാർത്ഥ ആത്മസ്ഥിതിയാവാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ പല ഭാവങ്ങളും പറഞ്ഞല്ലോ, മൗനമായിരിക്കുക, പ്രജ്ഞയേറ്റ് സ്ഥിതി ചെയ്യുക, ആരോടൊന്നും മിണ്ടാതിരിക്കുക, ഇതിനൊന്നും സ്ഥായീ ഭാവമില്ല. അവയൊക്കെ മാറി മറിഞ്ഞു പോകും, ചഞ്ചലങ്ങളാണ്, അസ്ഥിരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ മനസ്സിന്റെ തലങ്ങളാണ്. അപ്പോഴും അതിസൂക്ഷ്മമായ മനസ്ഥലത്തിലാണ് സാധകന്റെ നിൽപ്പ്. അതും ആത്മസ്ഥിതിയല്ല. എന്തുകൊണ്ട്? ആത്മസ്ഥിതിയാണെങ്കിൽ അത് മാറില്ല, മാറ്റമില്ലാതെ കോൺസ്റ്റന്റായി സ്ഥിരമായി നിൽക്കും. അതാണ് ആത്മസ്ഥിതി. ഈ അവസ്ഥകൾ ശുദ്ധങ്ങളാണ്, സാത്വിക ഭാവങ്ങളാണ് എന്നുള്ളതൊക്കെ ശരി. പക്ഷേ ശുദ്ധവബദ്ധൈ തുവക്ഷി, ഇവയൊക്കെ അസ്ഥിരങ്ങളാണ്. തുകളറ്റ അദ്വൈതർക്ക് ഏതും ഉദിയാ. തുകളറ്റ, തുകൾ എന്ന് പറഞ്ഞാൽ പൊടി എന്നാണ് അർത്ഥം. തമിഴിലെ തൂൾ എന്നാണ് പറയുന്നത്. കാപ്പിത്തൂൾ, കാപ്പിപ്പൊടി. തൂൾ എന്നുള്ളതിനെയാണ് ഇവിടെ തുകൾ എന്ന് പറയുന്നത്. തുകളറ്റ, പൊടിയില്ലാത്ത എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്ത, കുറ്റമറ്റ, കറയില്ലാത്ത, കുറവില്ലാത്ത, ന്യൂനതകളില്ലാത്ത, ശുദ്ധം. നേരത്തെയുള്ള 10 അവസ്ഥകളും ശുദ്ധമാണ്. അതിനേക്കാളും ശുദ്ധവും സൂക്ഷ്മവുമാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ ആത്മസ്ഥിതി. അതുകൊണ്ട് തുകളറ്റ, കുറ്റമറ്റ അദ്വൈതർക്ക്, അദ്വൈതികൾക്ക്, യാതൊരു കളങ്കവും യേശാത്ത അദ്വൈതികൾക്ക്, ശുദ്ധജ്ഞാനം നേടിയവർക്ക് ഏതും ഉദിയാ. മുമ്പ് പറഞ്ഞ 10 അവസ്ഥകളിൽ ഒന്നും അവരുടെ ഉള്ളിൽ ഉദിക്കില്ല. കാരണം അവയൊക്കെ മാറി മറിയുന്നതാണ്, ചലിക്കുന്നതാണ്. ഒന്ന് മാറി മറ്റേതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആത്മസ്ഥിതിയിൽ അങ്ങനെയുള്ള സാധ്യതകളൊന്നുമില്ല. അത് നിശ്ചലവും ശാശ്വതവും നിഷ്കളങ്കവും ആനന്ദ ഘനവുമാണ്. ഘനം, ഘനം എന്നുള്ള വാക്കാണ് ഈ ആത്മസ്ഥിതിയെക്കുറിച്ച് അധ്യാത്മശാസ്ത്രങ്ങൾ പറയുന്നത്. ബോധഘനം, ആനന്ദഘനം, സദ്ഘനം, ചിദ്ഘനം. എന്താണ് ഈ ഘനം എന്ന് പറഞ്ഞാൽ? ഭാരം കൂടിയത് എന്നല്ല, ഭാരമുള്ളത് എന്നല്ല. സാന്ദ്രം, നിബിഡം, ഡെൻസ്, ഇടതൂർന്ന, ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്ത, കട്ടിപിടിച്ച സ്ഥിതിയാണ് ആത്മസ്ഥിതി. അതുകൊണ്ട് അതിൽ ചലനവും സാധ്യമല്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊന്ന് നുഴഞ്ഞു കയറാനും പറ്റില്ല. ഇടതൂർന്നത്, നിബിഡമായത് എന്നാണ്. ഇരുത്തം വന്ന അദ്വൈതികൾക്ക്, തത്വജ്ഞന്മാർക്ക് ഈ പറഞ്ഞ 10 അവസ്ഥകളിൽ ഒന്നും ഉള്ളിൽ പ്രത്യക്ഷപ്പെടില്ല എന്നാണ്. അപ്പൊ ഇതൊക്കെ ഈ 10 എണ്ണത്തിൽ 2ഓ 3ഓ ഒക്കെ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ഞെളിയാനൊന്നും പോണ്ട. എല്ലാം മാറി മറിയും. നമ്മൾ ആ സ്ഥിരമായ മാറ്റമില്ലാത്ത അദ്വൈത സ്ഥിതിയിൽ എത്തിച്ചേരുന്നത് വരെ ഈ മനസ്സിന്റെ കോലാട്ടം അത് തുടർന്നുകൊണ്ടേയിരിക്കും. നിർവികൽപ്പ സമാധി അത് കുറച്ചു കഴിയുമ്പോൾ സവികൽപ്പമാകും. സവികൽപ്പത്തിൽ നിന്ന് അത് ശരീരതലത്തിലേക്ക് വരും. അത് ആത്മസ്ഥിതിയാണോ? നിർവികൽപ്പ സമാധി വളരെ വിശേഷപ്പെട്ടതല്ലേ? യോഗികളൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാണ് ആ സ്ഥിതിയിലെത്തുന്നത്. ശരി തന്നെ, അല്ലാന്നാര് പറഞ്ഞു? പക്ഷെ അത് മാറിപ്പോകുന്നു. അതാണ് അതിന്റെ ദോഷം. ആത്മജ്ഞന് അവന്റെ ആന്തരികമായ സ്ഥിതിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പാറ പോലെ ഉറച്ചതാണ്. ബഹിർപിച്ഛാഗ്രതരളാഹ
അന്തർമേരുരിവസ്ഥിത. ബാലകൃഷ്ണൻ നായർ സാറ് കൂടെ ഉദ്ധരിച്ച ഒരു വരിയാണ്. ബഹിഃപിച്ഛാഗ്രതരള. ഒരു ജ്ഞാനി എപ്പോഴും സമാധിയിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കും, കണ്ണടച്ചിരിക്കും. അങ്ങനെയൊന്നുമില്ല. അയാൾ നമ്മെപ്പോലെ തന്നെ ഷർട്ടോ മുണ്ടോ അല്ലെങ്കിൽ പാൻറ്റോ ജീൻസ് വരെ ഇട്ടു എന്ന് വരാം. അതുകൊണ്ട് മാത്രം അയാൾ ജ്ഞാനി അല്ല എന്ന് മുദ്ര കുത്തരുത്. ഒരാളുടെ വേഷം നോക്കിയിട്ടാണോ ഈ ജ്ഞാനത്തെ നിശ്ചയിക്കുക? അയാൾ സംസാരിക്കുന്നത് കൊണ്ട് അയാളുടെ മനസ്സ് ചഞ്ചലമാണ് എന്ന് പറയാൻ പറ്റുമോ? സാധാരണക്കാരുടെ കാര്യത്തിൽ പറയാം. ജ്ഞാനികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ നിശ്ചലതയും മൗനവും മാത്രമേ ഉള്ളൂ. അതോടൊപ്പം കട്ടിപിടിച്ച ഒരു സുഖവും. പുറമെ എന്തൊക്കെയോ പറയുന്നു, ചെയ്യുന്നു, കർത്തൃത്വ ബോധമില്ലാതെ, ഫലത്തിൽ സംഘമില്ലാതെ. പുറമെ മയിൽപ്പീലി പോലെ ഇളകുന്നു. ഇളകി എന്ന് വരാം, ഇളകണം എന്ന് നിർബന്ധമില്ല. ഇളകിയാലും ദോഷമൊന്നുമില്ല. പക്ഷേ അന്തർമേരുരിവസ്ഥിത, ഉള്ളിൽ മഹാമേരു പർവ്വതത്തെ പോലെയുള്ള നിശ്ചലത. മല എന്ന് പറഞ്ഞാൽ അനങ്ങാത്തതാണ്. ഭൂമി കുലുങ്ങുമ്പോൾ ചിലപ്പോൾ അല്പം അതിൽ നിന്ന് കല്ലുകളും പാറകളും ഒക്കെ താഴെ വീണു എന്ന് വരാം. അല്ലാത്തപ്പോ മല പോലെ നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് തുല്യം. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അചഞ്ചലതയുടെ പര്യായമാണ് മല, പർവ്വതം. പാറ പോലെ ഉറച്ചിരിക്കണമെന്ന് പറയും. അതിനേക്കാളും നല്ലത് മല പോലെ ഉറച്ചിരിക്കണം. പാറയ്ക്ക് ഗാംഭീര്യമില്ല, മലയ്ക്ക് ഉത്തുംഗതയുണ്ട്, ഗാംഭീര്യവും ഉണ്ട്, നിശ്ചലവുമാണ്. അപ്പൊ മല പോലെ, ഗിരി പോലെ ഇരിക്കണം എന്ന്. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ഗിരിയെ പ്രദക്ഷിണം ചെയ്യുന്നത്. നമുക്ക് പർവ്വതം പോലെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന ആ നിശ്ചലമായിരിക്കുന്ന പർവ്വതത്തെയെങ്കിലും നമുക്കൊന്ന് വലം വയ്ക്കാം. നിശ്ചലതയുടെ പര്യാണ്. കടല് നിശ്ചലതയുടെ പര്യായമല്ല. അതേസമയം ആകാശത്തെ നോക്കൂ, നിശ്ചലമാണ്, വ്യാപകതയുള്ളതാണ്. തുഹളറ്റ അദ്വിതർക്ക്, കുറ്റമറ്റ ഒരു തരത്തിലും ചലനം ഇല്ലാത്ത അദ്വൈതികൾക്ക് ഏതും ഉദിയ. ഇത്തരം അവസ്ഥകളൊന്നും അവരുടെ ഉള്ളിൽ ഉദിക്കില്ല. കാരണം ഉദിച്ചാൽ മാറിപ്പോവും. ഇതാണ് നിയമം. എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിൽ പുതിയതായിട്ടുണ്ടായാൽ അത് മാറി മറിഞ്ഞു പോവും. ആത്മസ്ഥിതി പുതിയതായിട്ടുണ്ടാകുന്നതല്ല, നേരത്തെ ഉള്ളതാണ്. നമ്മൾ അതിനെ തിരിച്ചറിയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അതിന് മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല, മാറില്ല. അതിന്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. സത്വഗുണങ്ങൾ താഴെ വിവരിച്ചിട്ടുള്ള വിധമാകുന്നു എന്ന് പറഞ്ഞാൽ 8 ഗുണങ്ങൾ എന്ന് പറഞ്ഞല്ലോ സത്വഗുണത്തിന്റെ പ്രകടനങ്ങൾ. ആശയില്ലായ്മ, തപസ്, ക്ഷമ, സന്തോഷം, കൃപ, അടക്കം, അറിവ്, പരിശുദ്ധമായ സംഭാഷണങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ എൻ്റെ കയ്യിലുള്ള ആ വ്യാഖ്യാനത്തിൽ ആരോടും തർക്കിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധമായ സംഭാഷണം തർക്കിക്കാതിരിക്കുമ്പോൾ മാത്രമേ സംഭവിക്കൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ അർത്ഥം പറയാം. എന്തായാലും ഈ 8 ഗുണങ്ങളാണ്. ഈ വിധം 8 ഗുണങ്ങൾ സാത്വിക സ്വഭാവ ലക്ഷണമാകുന്നു. മുമുക്ഷുക്കൾക്കുണ്ടാകുന്ന 10 അവസ്ഥകളെയും രേഖപ്പെടുത്തുന്നു. അത് നമ്മൾ വായിച്ചതാണ്. ഭഗവത് സാന്നിധ്യ രൂപങ്ങളായി പ്രപഞ്ചത്തെ വീക്ഷിക്കുന്ന അർദ്ധാവലോകനം, അത് പകുതി കാഴ്ചയേ ആവുന്നുള്ളൂ എന്നാണ്. ഭഗവന്മയമായി പ്രപഞ്ചത്തെ കാണുക. അപ്പോഴ് ഇന്ദ്രിയങ്ങൾ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നുണ്ട്, ബുദ്ധി പറയുന്നു അതൊക്കെ ഭഗവാനാണ്. അറിവിന്റെ പൂർണ്ണതയിൽ എന്ത് സംഭവിക്കുന്നു? പ്രപഞ്ച ദൃശ്യങ്ങൾ തന്നെ അസ്തമിച്ചു പോകുന്നു. അപ്പൊ അവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ അർദ്ധാവലോകനം എന്നാണ്, പകുതി കാഴ്ച. ആ കാഴ്ച പൂർണ്ണമായിട്ടില്ല എന്നാണ്. ഭഗവത് സാന്നിധ്യ രൂപങ്ങളായി പ്രപഞ്ചത്തെ വീക്ഷിക്കുന്ന അർദ്ധാവലോകനം, ഇന്ദ്രിയപ്പറ്റുകളെ നിരസിക്കുന്നതിനുള്ള തീവ്ര ചിന്ത, പൂർവജന്മങ്ങളിൽ അനുഭവിച്ചിരിക്കാവുന്ന ദുഃഖ സമൂഹങ്ങളെ ഓർമ്മിക്കുമ്പോഴുണ്ടാകുന്ന ദീർഘനിശ്വാസം, തിരുവരുളാലുണ്ടാകുന്ന ശരീരത്തിലെ മന്ദോഷ്ണം, അല്പം ചൂട് കൂടും ഊഷ്മാവ് വർദ്ധിക്കുന്നൊക്കെ പറഞ്ഞല്ലോ, അതാണ്. ഭക്ഷ്യം ചുരുക്കൽ, ആഹാരത്തോടും വസ്ത്രത്തോടും താല്പര്യമില്ലായ്മ, ശരീരത്തിൽ വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പലപ്പോഴും ദേഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് കൊണ്ട് വിശപ്പ്, ദാഹം തുടങ്ങിയ വികാരങ്ങൾ പോലും അനുഭവിക്കുന്നില്ല. അതാണ് ഭക്ഷ്യം ചുരുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആരോടും തന്നെ സംഭാഷണത്തിനു കൂടി മടിക്കുന്ന അഭിമാന ചിന്ത. അവിടെ അഭിമാനമല്ല, അഭിമാനരാഹിത്യമാണ്. ആരോടും സംസാരിച്ചിട്ട് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഒതുങ്ങിയിരിക്കുന്നു, നിശബ്ദനായിരിക്കുന്നു എന്നാണ്. മൗനം, അവിടെ മൗനം എന്നതുകൊണ്ട് ആന്തരികമായ മൗനം എന്നർത്ഥം പറയാം. പ്രപഞ്ചത്തെ ഗൗനിക്കാതുള്ള പിന്തിരിഞ്ഞ മനോഭാവം, മൂർച്ഛ, ബോധം കെട്ട് വീഴുക എന്ന് പറഞ്ഞു. ബോധം ചുരുങ്ങിയുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉൾവലിഞ്ഞ് അന്തർമുഖമായി തന്നെ ഇരിക്കുന്ന സ്ഥിതി. ഇവയാകുന്ന ദശാവസ്ഥകൾ.
കർമ്മോന്മുഖമായും അലസമായുമുള്ള മനസ്സിന്റെ രാജസ താമസ ഭാവങ്ങളെ അകറ്റി സത്വഗുണപ്രധാനമായി വരുമ്പോഴാണ് മുകളിൽ വിവരിക്കപ്പെട്ട 8 ഗുണങ്ങളും 10 അവസ്ഥകളും തീവ്രപക്വനിൽ ഉദയം കൊള്ളുന്നത്. രജസിന്റെയും തമസിന്റെയും സ്വാധീനം പരമാവധി കുറയണം. മനസ്സ് സത്വഗുണം കൊണ്ട് നിറയ്ക്കപ്പെടണം. അപ്പോഴാണ് ഈ 8 ഗുണങ്ങളും 10 അവസ്ഥകളും തീവ്ര വിരാഗിയിൽ ഉദിക്കുന്നത്. ഇതൊക്കെ ഉദിക്കണമെങ്കിൽ തന്നെ നല്ല വൈരാഗ്യം വേണം, ശുദ്ധ സത്വമൂർത്തിയായി തീരണം. പക്ഷേ ഇവയൊന്നും ശാശ്വതമല്ല. ഇതിനെയാണ് ആത്മസ്ഥിതി എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇനി ആ സത്വഗുണത്തിൽ നിന്ന് മുമുക്ഷു ജ്ഞാനാന്വേഷണം ചെയ്യുന്നു. ശരിക്കുള്ള സത്യത്തെ, ഇതൊക്കെ മാറി മാറി വരുന്നത് കൊണ്ട് ഇതൊന്നും സത്യമാവാൻ പറ്റില്ല. പരമസത്യം എന്ത്, ജ്ഞാനമെന്ത്, ഭഗവത് സ്വരൂപം എന്ത് എന്ന് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. മായാകാര്യമായ ശരീരവും പ്രപഞ്ചവും താനല്ലെന്നും അവയുടെ ദുഃഖാവസ്ഥയെ ചിന്തിച്ച് നീക്കി ഇനി തൻ്റെ പരമാർത്ഥ സ്വരൂപം എന്താണെന്നും മുമുക്ഷു ആരായുന്നു, വിചാരം ചെയ്യുന്നു. അപ്പൊ ആ വിചാരമുണ്ടല്ലോ, തത്വവിചാരം, അതിനെ നമ്മൾ ഈ സത്യത്തിൽ എത്തുന്നത് വരെ ഉപേക്ഷിക്കാനേ പാടില്ല. മനസ്സ് സത്വഗുണ സമ്പന്നമായി എനിക്ക് കുറേയൊക്കെ സമാധി സ്ഥിതിയിൽ കഴിയാൻ പറ്റുന്നു, അതുകൊണ്ട് തത്വവിചാരത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും വിചാരിക്കരുത്. അവസാനം വരെ ഈ തത്വവിചാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ ചെയ്യാവൂ. അങ്ങനെ അയാൾ അരുളിൽ നിന്നുകൊണ്ട് സ്വജീവബോധം അടക്കി പരാദർശനം ചെയ്ത്, എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ കണ്ട്, അനന്തരം ജ്ഞേയമാത്രനായിത്തീരുന്നു. എന്താണ് ഈ ജ്ഞേയമാത്രനായിത്തീരുന്നു? ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത് ബ്രഹ്മം എന്നർത്ഥം. ബ്രഹ്മം മാത്രമായി നിൽക്കുന്നു. അതായത് ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളല്ല അയാൾ, ബ്രഹ്മം തന്നെ. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞ ഒരാളില്ല, ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാൾ, ഒരു ജീവൻ, ഒരു ജീവബോധം ഉണ്ടാവാൻ പറ്റില്ല. ബ്രഹ്മജ്ഞാനി എന്ന് നമ്മൾ പറയുന്നത് അറിയാത്തത് കൊണ്ട്, നമ്മൾ ബ്രഹ്മത്തെ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ട് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നു. ശരിക്ക് പറയുന്നെങ്കിൽ ബ്രഹ്മം എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് അവരുടെ പാദങ്ങളിൽ ചെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. അമ്പലത്തിലെ വിഗ്രഹം നമ്മുടെ പ്രണാമത്തെ അംഗീകരിക്കില്ല. ആശീർവദിക്കുവോ അമ്പലത്തിലെ വിഗ്രഹം? നിശ്ചലമായിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന് ഒരു ഉന്നതമായ ഉദാത്തമായ ഭാവം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രതിഷ്ഠിച്ചതാണ് ആ വിഗ്രഹം. പ്രതിഷ്ഠിക്കപ്പെടാത്ത വിഗ്രഹമാണ് ജ്ഞാനി. അത് വിഗ്രഹം പോലുമല്ല, പരമസത്യം തന്നെ. ആ ജ്ഞാനിയുടെ രൂപത്തിൽ ലോകാനുഗ്രഹത്തിന്, ലോകത്തിന് മുഴുവൻ മംഗളമരുളാൻ വേണ്ടി ഈ ലോകത്ത് നിലനിൽക്കുന്നു. ഈ ജ്ഞാനികളുടെ മഹത്വം ഭാരതം തിരിച്ചറിയാത്തിടത്തോളം കാലം ഭാരതത്തിന് ഒരു ഉയർച്ചയും ഉണ്ടാവാൻ പോകുന്നില്ല, ഉറപ്പാണ്. എന്ന് ഈ ഭാരതദേശം ജ്ഞാനികളെയും ജ്ഞാനത്തെയും പരമാത്മാവിനെയും ജീവിതത്തിൽ പരമപ്രധാനമായി അംഗീകരിക്കുന്നുവോ അന്നുവരെ ഭാരതത്തിന് ഉന്നത പദവിയിലെത്താൻ സാധ്യമല്ല. ഇപ്പൊ ഇല്ലേ, ഇപ്പൊ ഉണ്ട്, പോരാ, ഇനിയും വേണം, ഇനിയും വേണം, ഒരുപാട് വേണം. ഉത്തരേന്ത്യയില് ഈ തപസ്വികളെ കണ്ടാൽ തന്നെ, സന്യാസിമാരെ കണ്ടാൽ തന്നെ അവരുടെ എന്തൊരു ഭക്തി എന്നറിയാമോ? കാൽക്കൽ വന്ന് വീഴുകയാണ്. ആര്? കോടീശ്വരന്മാർ. നമ്മുടെ ഈ രാഷ്ട്രീയക്കാരെ ആരുടെയെങ്കിലും മുമ്പിൽ തലകുനിച്ച ചരിത്രമുണ്ടോ? നിവർന്ന് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, നട്ടല് വളയില്ല. എന്താ? അഹങ്കാരം മുഴുത്ത് തല പോലും കുമ്പിടിയിക്കില്ല ഒരാളുടെ മുമ്പിൽ. നന്നാവില്ല. അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ നമ്മുടെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി പറയുന്നു എന്ന് മാത്രം വിചാരിക്കരുത്. ബാക്കി ഏത് സംസ്ഥാനം നന്നായാലും അതൊക്കെ നന്നായതിന് ശേഷമേ നമ്മുടെ കേരളം നന്നാവാൻ പോകുന്നു, ഉറപ്പാണ്. അവസാനം നന്നാവുന്ന സംസ്ഥാനം കേരളമായിരിക്കും. സമ്പൂർണ്ണ സാക്ഷര കേരളം എന്നാണ്. സാക്ഷര കേരളമല്ല, രാക്ഷസ കേരളം. സാക്ഷരൻ എന്നുള്ളതിന് അല്പ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ രാക്ഷസൻ എന്നാണ്. അസുരന്മാരുടെ പ്രദേശമാണ്. പക്ഷേ ഇതേ കേരളത്തിലാണല്ലോ ശങ്കരാചാര്യ സ്വാമികളെ പോലുള്ള അങ്ങേയറ്റത്തെ അദ്വൈത ജ്ഞാനികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, എത്ര പേർ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അപകർഷതാബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ ഭൂമി പവിത്രമാണ്. ഇവിടുത്തെ ജനങ്ങൾ നേരെയാണെങ്കിൽ ഈ സന്യാസിമാരെയും ജ്ഞാനികളെയും ഒക്കെ അംഗീകരിക്കാനും അവരോട് ആദരവ് പ്രകടിപ്പിക്കാനുമുള്ള മനോഭാവം കേരളീയ ജനതയ്ക്കുണ്ടാവണം. അല്ലാതെ രക്ഷയില്ല. പുച്ഛമാണ് പലർക്കും. അത്രയേ ഉള്ളൂ. അതെ, അദ്ദേഹം അങ്ങനെ ശപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയില്ല.
എന്നാലും ശാപം കൊടുത്തു എന്നൊക്കെയാണ്. അപ്പൊ ജ്ഞേയമാത്രനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. കേവലം ബ്രഹ്മസ്വരൂപിയായിത്തീരുന്നു, ബ്രഹ്മമായി മാറുന്നു. ഇതുവരെ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും തന്റെ ശുദ്ധാവസ്ഥയുടെ ഗുണമാകയാൽ അവയറിഞ്ഞ ശേഷം അവയും നീക്കി സ്വജീവബോധം പാടെ ഒടുങ്ങിത്തീരുമ്പോൾ അയാൾ ശിവവുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായി മാറുന്നു. മാറാനൊന്നുമില്ല, നേരത്തെ ബ്രഹ്മമായിരുന്നു. അതിനെക്കുറിച്ചൊരു അവബോധം, തിരിച്ചറിവുണ്ടാകുന്നു. ആ അവസരത്തിൽ മൗനാനന്ദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ ജീവാത്മാവിന്റെ ഈ അദ്വൈതാവസ്ഥയിൽ പരമാനന്ദമല്ലാതെ മുൻചൊന്ന യാതൊരനുഭവവും അവനുണ്ടാവുകയില്ല. ഈ 10 അവസ്ഥകളിൽ ഒന്നുപോലും അവിടെ പ്രത്യക്ഷപ്പെടില്ല. അത് നിശ്ചലമായ അഹങ്കാരരഹിതമായ തലമാണ്. ആനന്ദം ഘനീഭവിച്ച സ്ഥിതിയാണ്. അടുത്ത പദ്യം വായിക്കാം. ഉരയൊടുങ്കിർ ബോധമുദിക്കുമൊഴിവേ അരുളാം അതൻ പോ കശയാ പരയോഗം പോനാർ സുഖാതീതം പുണ്യർക്ക് പൊയ്യുതിയാത് ഏനോർക്ക് പൽവിധമാകും. ഉരയൊടുങ്കിൻ, ഉരൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉരിയാടുക എന്ന് പറയാറില്ലേ? ഇത് എവിടുന്ന് വന്നു? നാഴിയുടെ പകുതിയാണ് ഉരി, അരനാഴിയാണ് ഉരി, 4 നാഴി എടങ്ങഴി. തോലൻ എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു. സംസ്കൃതം കുറേയൊക്കെ അറിയാം, പക്ഷെ എല്ലാം ഈ അവിടെ ആയിട്ട് തൊട്ട് നക്കിയിട്ടേ ഉള്ളൂ, വേണ്ടവണ്ണം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് പനസി ദശായാം പാശി പാണ്ഡവമാതാ സുഹാസമാചരതി. ഒരിടത്ത് പറയും പനസി എന്ന് പറഞ്ഞാൽ പനസൻ ചക്ക, പനസി ചക്കി. ദശായാം, ദശം 10, ദശായാം 10ആയത്തിൽ. പാശി, പാശം കയറ്, പാശി കയറി. പത്തി ചക്കി 10ആയത്തിൽ കയറി. പാണ്ഡവമാതാ സുഹാസമാചരതി, പാണ്ഡവമാത കുന്തി സുഹാസമാചരതി ചിരിക്കുന്നു. ചുരുക്കം എന്താ പറയാൻ വന്നത്? ചക്കി 10ആയത്തിൽ കയറി കുന്തിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ഈ ആശാൻ വളച്ചു കെട്ടി നശിപ്പിച്ചത്. അദ്ദേഹം ഒരിടത്ത് പറയുന്നത് നാഴിയിൽ പാതി ആടിയില്ല പലാകാശേന വാനവ. ആരെയോ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ ആദ്യത്തെ 2 പേരും മറന്നുപോയി എനിക്ക്. നാഴിയിൽ പാതി ആടിയില്ല, നാഴിയിൽ പാതി ഉരി ആടിയില്ല. പലാകാശേന വാനവ, പല ആകാശം, ബഹുമാനം. പല ബഹു, ആകാശം മാനം. അപ്പോ പലാകാശം ബഹുമാനം. പലാകാശേന വാനവ, ബഹുമാനം കൊണ്ടോ എന്തോ അല്ലയോ, ബഹുമാനം കൊണ്ടോ ബഹുമാന കുറവ് കൊണ്ടോ അറിയില്ല, നാഴിയിൽ പാതി ആടിയില്ല, ഉരിയാടിയില്ല, സംസാരിച്ചില്ല. തോലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തോലൻ അല്പകവിയാണ്. ഉരയൊടുങ്കിൻ, വാക്ക് അല്ലെങ്കിൽ ശബ്ദം നിലച്ചാൽ, സംഭാഷണത്തിനൊക്കെ ഒരു അറുതി വന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് സംസാരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ശബ്ദത്തിലൂടെ, വാക്കുകളിലൂടെയാണ് അത് പ്രകടമാക്കുന്നത്. വേറൊന്നിനെ കുറിച്ച് അറിയാനോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ അപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് രണ്ടും ഒരാൾക്കില്ലെങ്കിൽ, എനിക്ക് ഒന്നിനെ കുറിച്ച് ഒന്നും അറിയാനോ ഇല്ല, എൻ്റെ ഉള്ളിലുള്ള ഒന്നിനെ വേറൊരാളെ പറഞ്ഞ് ധരിപ്പിക്കേണ്ട കാര്യവുമില്ല, ഞാൻ എന്തിനു മിണ്ടണം? സംസാരിക്കേണ്ട ആവശ്യകത തന്നെ എന്താ ആവശ്യമില്ല. ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ ഇല്ലാതായി പോവും. നമ്മൾ സാധാരണ മൗനവ്രതം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ദിവസത്തിൽ ഒരു വ്രതമായിട്ട് ആചരിക്കുന്നതാണ്. അന്ന് ഞാൻ ആരോടും ഒന്നും മിണ്ടില്ല. അപ്പോഴും മനസ്സിലിങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. വാ തുറന്ന് ചുണ്ടനക്കി നാവ് ഉപയോഗിച്ച് നമ്മളൊന്നും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ. എന്തെങ്കിലും മിണ്ടാനുള്ളപ്പോൾ മിണ്ടാതിരിക്കുന്നതല്ല ശരിയായ മൗനം. മിണ്ടാൻ തന്നെ ഒന്നും ഇല്ലാതായി പോകുന്നതാണ്. അതാണ് ശരിക്കുള്ള മൗനം. ആ മൗനത്തിലെത്താൻ വേണ്ടി ഈ വാങ്മൗനം എന്ന പേരിൽ അറിയപ്പെടുന്ന മൗനവ്രതം ആചരിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് വേണം എന്നാണ്. പക്ഷേ പുറം മൗനത്തെക്കാളും ഉള്ള് മൗനം, അകം മൗനം വേണം നേടിയെടുക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? സങ്കല്പ നിരോധം. ഉള്ളിൽ ചിന്തകളും ഉണ്ടാകുന്നില്ല. സൂക്ഷ്മ ശബ്ദമാണ് സങ്കല്പം അല്ലെങ്കിൽ ചിന്ത. ഞാൻ എന്നുള്ളത് സൂക്ഷ്മ ശബ്ദമാണ്. അതും ഒടുങ്ങുമ്പോഴാണ് ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്. അകത്തും പുറത്തുമുള്ള ശബ്ദങ്ങളൊക്കെ ഒടുങ്ങണം. അതിനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. സ്വനം എന്ന് പറഞ്ഞാൽ ശബ്ദം. ഞാൻ എന്നുള്ള ആ ശബ്ദവും
ഉദിക്കാതെ അതിൻ്റെ അധിഷ്ഠാനത്തിൽ അമർന്നു പോകുന്നതാണ് സ്വയം പ്രകാശ സ്വരൂപമായ ബ്രഹ്മസ്ഥിതി. ഉരയൊടുങ്ങിൻ ബോധമുദിക്കും. സംസാരങ്ങൾ, വാക്ക്, സങ്കല്പം, ചലനം നിലച്ചാൽ ബോധം ഉദിക്കും, സത്യം തെളിയും. അതാണ് അതിനുള്ള മാർഗം. ഉരയൊടുങ്ങിൽ ബോധമുദിക്കും, ഒഴിവേ അരുളാം. അങ്ങനെ ബോധം ഉദിക്കുമ്പോ, അല്ലെങ്കിൽ ബോധമുദിക്കുമ്പോ ശബ്ദം നിലയ്ക്കും, അല്ലെങ്കിൽ ശബ്ദം നിലയ്ക്കുമ്പോ ബോധം ഉദിക്കും. എങ്ങനെ പറഞ്ഞാലും കൊള്ളാം, സമകാലത്ത് സംഭവിക്കുന്നതാണ് ഇത് രണ്ടും. അങ്ങനെ എല്ലാ ചിന്തകളും, മനസ്സും അഹങ്കാരവും ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് അരുളാം. അതാണ് ഈശ്വര കൃപ, ഭഗവത് കടാക്ഷം എന്ന് പറയുന്നത്. എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയോ എന്നെങ്ങനെ അറിയാം? അകത്തും പുറത്തുമുള്ള ശബ്ദമെല്ലാം നിലയ്ക്കുമോ? തികഞ്ഞ ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്നർത്ഥം. ഒഴിവേ അരുളാം അതൻ പോക്കശയാ പരയോഗം. അശയാ പരയോഗം, അതിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ അതുപോലും പോകുന്നത്. സങ്കല്പങ്ങളൊക്കെ അസ്തമിച്ച് ശബ്ദമൊക്കെ നിലച്ച് മൗനസ്ഥിതി കൈവരുന്നുണ്ടല്ലോ, അതും പോണമെന്ന്. ഇതൊക്കെ സൂക്ഷ്മമായ തലങ്ങളാണ്. ആ സ്ഥിതിയും പോകുമ്പോൾ, അതിനും ഒരു അന്തം ഉണ്ടാകുമ്പോൾ അശയാ പരയോഗം, നിശ്ചലമായ പരയോഗം, ശൈവ സിദ്ധാന്തത്തിലുള്ള ഒരു പദപ്രയോഗമാണ്. പരമമായ സ്ഥിതി, അതായത് എല്ലാ ശബ്ദങ്ങളും അടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനെയും അതിക്രമിക്കുന്ന, നമ്മൾ തുര്യം, തുര്യാതീതം എന്നൊക്കെ പറയാറില്ലേ? തുര്യം തന്നെ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ മാത്രമേ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അതും നേരെ മനസ്സിലാക്കുന്നില്ല. സുഷുപ്തി എന്താണെന്ന് അറിയില്ല, സ്വപ്നം എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയില്ല. ജാഗ്രതത്തിലെ എല്ലാം അറിയാവുന്നൊരു അഹങ്കാരവും ഉണ്ട്, വാസ്തവത്തിൽ അതും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ തുര്യം, തുര്യാതീതം എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് ഭഗവത് കടാക്ഷം, ഭഗവത് അനുഗ്രഹം, ഭഗവത് കൃപ. അതും ഇല്ലാതായാൽ നിശ്ചലമായ പരയോഗം സിദ്ധിക്കും. അത് വേറെ ഒന്നുമല്ല, ശുദ്ധ ബ്രഹ്മസ്ഥിതി. ജീവഭാവം പൂർണ്ണമായി അറ്റുപോകുന്ന ഒരവസ്ഥ, സാന്ദ്രമായ ബോധം മാത്രം നിലനിൽക്കുന്ന അവസ്ഥ. അല്ലാതെ അതിനെക്കുറിച്ച് എന്ത് പറയാം? പരയോഗം, നിശ്ചലമായ പരയോഗം അല്ലെങ്കിൽ അഹങ്കാര നാശം അപ്പോഴാണ് സംഭവിക്കുന്നത്. അവിടം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചാൽ അവിടം കൊണ്ട് തീരുന്നില്ല എന്നാണ്. പരയോഗം പോനാർ സുഖാതീതം, അവിടെ അനന്തമായ സുഖമാണ് അനുഭവപ്പെടുന്നത്. ഈ ആത്മസ്ഥിതിയിൽ ജീവഭാവം വേറിട്ട് നിൽക്കുന്നെങ്കിലും ജീവൻ തന്നെ അനന്തമായ സുഖസാഗരത്തിൽ ആണ്ട് സ്വയം മറന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിനും അപ്പുറത്തൊരു സ്ഥിതിയുണ്ട് എന്നാണ്. അതിൻ്റെ പേര് സുഖാതീതം, സുഖത്തിനും അപ്പുറത്തുള്ള ഒരു സ്ഥിതി, ആനന്ദാതീതമായ ഒരവസ്ഥ. ഷടാ, ആനന്ദം വരെ നമുക്ക് ചെന്നെത്താം, അതിനും അപ്പുറം ഒരു സ്ഥിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് യഥാർത്ഥ ബ്രഹ്മസ്ഥിതി. കേവല ബ്രഹ്മം, ബ്രഹ്മാനുഭവം എന്ന് നമ്മൾ പറയുന്നത്. അത് വിദേഹമുക്തന്റെ സ്ഥിതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ജീവൻ മുക്തന് ഈ ആനന്ദ അനുഭവം വരെ ചെന്നെത്താം എന്നാണ്. ജീവൻ മുക്തൻ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ വിദേഹമുക്തനായി തീരുന്നു എന്ന് പറഞ്ഞാൽ കേവല ബ്രഹ്മമായി നിലനിൽക്കുന്നു. അങ്ങനെ സുഖാതീതം എന്നൊരവസ്ഥയെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. പുണ്യർക്ക് പൊയ്യുദിയാത്. പുണ്യർക്ക് എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവർക്ക്, പുണ്യശാലികൾക്ക്. പൊയ് എന്ന് പറഞ്ഞാൽ അസത്യം, മിഥ്യ. ഉദിയാത്, ഉദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ ഉള്ളിൽ അസത്യം ഉദിക്കില്ല, അസത്യം പ്രകാശിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അവരുടെ അനുഭവ മണ്ഡലത്തിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാണ്. പ്രപഞ്ചം എന്നൊന്ന് അവരനുഭവിക്കുകയില്ല. ഒക്കെ ബ്രഹ്മം, ഈശാവാസ്യം ഇതം സർവം എന്നുള്ള ഒരു സ്ഥിതി. സർവം ബ്രഹ്മമയം. സർവം എന്നുള്ള ഭാവം പോലും നഷ്ടമാകും. ഇനിയിപ്പോ എന്തിനാ സർവം ബ്രഹ്മമയം എന്ന് പറയാൻ? പലതില്ലല്ലോ, ഒന്നല്ലേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഇവിടെ അനുഭവിക്കാനുള്ളൂ, കാണപ്പെടുന്നുള്ളൂ. നോക്കുന്ന ദിക്കിലൊക്കെ അത് മാത്രമേ ഉള്ളൂ. കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം അത് തന്നെ. അയാളുടെ ഉള്ളിൽ ഈ പ്രപഞ്ചഭ്രമം ബാക്കിയുണ്ടാവില്ല എന്നാണ്. പുണ്യർക്ക് പൊയ്യുദിയാതെ, അസത്യം അവരുടെ ഉള്ളിൽ പ്രകടമാവില്ല. അവർക്ക് ബ്രഹ്മഭിന്നമായ, ആത്മഭിന്നമായ ഒരു പ്രപഞ്ചം അനുഭവപ്പെടില്ല. ഏനോർക്ക് പൽവിധമാകും. എന്താണ് ഈ ഏനോർ? മറ്റുള്ളവർ. ഇത് ജ്ഞാനിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. ജ്ഞാനി ഇങ്ങനെയൊക്കെയാണെന്നാണ്.
സാധാരണക്കാരോ അജ്ഞാനികളോ ലൗകികന്മാരോ ഏനോർക്ക് മറ്റുള്ളവർക്ക് പൽവിധമാകും. പ്രപഞ്ചം പല വിധത്തിലും പ്രകടമാകും. അവരുടെ മനസ്സിനെ വല്ലാതെ മഥിക്കും, ഇളക്കും, അസ്വസ്ഥമാക്കും. അതേ പ്രപഞ്ചത്തിലാണ് ജ്ഞാനി പരമാനന്ദ നിമഗ്നനായി കഴിയുന്നത്. ആനന്ദത്തിൽ ആണ്ട് കിടക്കുകയാണ് അദ്ദേഹം, അറിയുന്നേ ഇല്ല. ഈ പ്രപഞ്ചം എന്നൊന്നുണ്ടെന്നോ, ഞാനെന്നൊരു ജീവബോധത്വം ഉണ്ടെന്നോ, തനിക്കൊരു ശരീരമുണ്ടെന്നോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഈ സുഖാതീതമായ നിലയിൽ കഴിയുന്ന ഒരു ജ്ഞാനി. അപ്പൊ ഇവിടെ 4 ഘട്ടങ്ങളാണ് പറഞ്ഞത്. ആദ്യം അരുൾ, പിന്നെ പരയോഗം, മൂന്നാമത് സുഖപ്രാപ്തി, 4ാമത് സുഖാതീതം. ഇങ്ങനെ 4 അവസ്ഥകളുണ്ടെന്നാണ്. അദ്വൈതിയുടെ അടുത്ത് ചോദിച്ചാൽ 4 ഒന്ന് തന്നെയാണ്. 4നെ അംഗീകരിച്ചാൽ അയാൾ എങ്ങനെ അദ്വൈതിയാവും? ഇതൊക്കെ ആ സത്യത്തിലേക്ക് പോകുമ്പോൾ ഓരോരോ ഘട്ടങ്ങൾ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. വാസ്തവത്തിൽ ഈ ഘട്ടങ്ങളൊന്നും ബ്രഹ്മത്തിലില്ല. അത് ആ പരമമായ സ്ഥാനത്ത് എത്തുമ്പോഴേ മനസ്സിലാവും. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവർക്ക് വേണ്ടിയുള്ള വിവരണങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇങ്ങനെ ഓരോ ഘട്ടമായി മാറി വരും. ഘട്ടമായി മാറി വരുന്നെങ്കിൽ അതൊന്നും സത്യമല്ല, നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഈ അരുളും പരയോഗവും സുഖപ്രാപ്തിയും സുഖാതീതവും ഇതൊക്കെ ഇങ്ങനെ ഓരോ ഘട്ടം വിട്ടല്ലേ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ബ്രഹ്മത്തില് പൊട്ടലും വിടലും ഒന്നുമില്ല. അതായിട്ടങ്ങ് സ്ഥിതി ചെയ്യുക, നിൽക്കുക, ഒരസ്തിത്വം, സാന്നിധ്യം, അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. വാക്കുകളെ ഉള്ളടക്കി മൗനം അവലംബിക്കുന്നത് മുക്തിയാണോ എങ്കിൽ അത് മുക്തി നിലയല്ല. വാങ്മൗനം ഇനി ഉള്ളില് സങ്കല്പങ്ങളെ തന്നെ നിരോധിച്ചു എന്ന് വരികിലും അത് മോക്ഷസ്ഥിതിയല്ല. മോക്ഷത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടി വരും എന്നുള്ളത് ശരി. എന്തെന്നാൽ അപ്പോൾ ജീവബോധം ഉദിച്ചുകൊണ്ടിരിക്കുമല്ലോ. വാക്കാണ് ഒടുങ്ങിയത്, ഞാനെന്നുള്ള ഭാവം അവിടെ ഉണ്ടാവും. ഞാനെന്ന ഭാവം അവശേഷിക്കുന്നെങ്കിൽ ആത്മബോധമില്ല, ആത്മാനുഭവമില്ല. ജീവബോധം അടങ്ങിയാലോ, ഇനി ഈ ജീവബോധം ഞാനെന്നുള്ള ഭാവം അടങ്ങിയാലോ അപ്പോൾ അരുൾ ദർശനം ഉണ്ടാകുന്നു, ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആകയാൽ ആ നിലയും മുക്തിയല്ല. പലരുടെയും വിചാരം ഭഗവാനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയിരുന്നു. എങ്ങനെയാ ഈ ആൾക്കാർ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത്? ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു, അത് അകത്തോ പുറത്തോ എന്ന് തന്നെ വെച്ചോളൂ. അകത്ത് പ്രത്യക്ഷപ്പെട്ടാൽ മനസ്സിന്റെ വിഭ്രമമാണ് എന്ന് ബാക്കിയുള്ളവർ പറയും. പുറത്ത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെ ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു, പ്രകാശമയമായ ഒരു സ്വരൂപം. അപ്പൊ മുക്തനായി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതും മോക്ഷസ്ഥിതിയല്ല എന്നാണ്. അരുൾ ദർശനം ഉണ്ടാകുന്നു. കാരണം അവിടെയൊക്കെ ഭേദമുണ്ട്, വ്യത്യാസം, അന്തരം, ഇടവെളി ഉണ്ട്. ഞാനെന്നുള്ള ഭാവം വേരോടുകൂടെ അറ്റുപോണം. അപ്പോ ആ അദ്വൈത സ്ഥിതിയിൽ ആ ആത്മാവിനെ അറിയാൻ തന്നെ ആളില്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് അറിയുന്നവനെ, അല്ലെങ്കിൽ അറിയുന്നവന്റെ രൂപമായ ജീവനായി പ്രകടമാകുന്ന ഒരുവന് അല്ലെങ്കിൽ വ്യക്തിക്ക് ഈ സത്യത്തെ ഒരിക്കലും അറിയാൻ പറ്റില്ല. അത് പ്രകടമാകുന്നതാണ് ജീവൻ. ഈ ജീവന് ബ്രഹ്മത്തെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ജീവബോധത്തെ ഉപേക്ഷിക്കാൻ പറ്റും, അതിനെ അവഗണിക്കാൻ പറ്റും, അപ്പാടെ തള്ളിക്കളയാൻ പറ്റും. ബാക്കി എന്തുണ്ടോ അത് ബ്രഹ്മം. അവശേഷിക്കുന്നതാണ് ബ്രഹ്മം. നമ്മൾ പിടിച്ചെടുക്കുന്നതല്ല, നേടുന്നതല്ല, എത്തിച്ചേരുന്നതുമല്ല. എല്ലാം വിട്ടുകഴിഞ്ഞാൽ അവസാനം ഈ വിടുന്നവനെയും വിട്ടാൽ എന്ന് പറഞ്ഞാൽ സന്യാസിക്ക് സന്യാസിയുടെ ഉള്ളിൽ ഞാൻ സന്യാസിയാണെന്നൊരു ഭാവമുണ്ട്. അതിനെയും അയാൾ സന്യസിച്ചാൽ ബ്രഹ്മമായി. അപ്പോഴാണ് സന്യാസം പൂർണ്ണമാവുന്നത്. എപ്പോ ഞാൻ സന്യാസിയാണ് എന്നുള്ള ഭാവത്തെയും പരിത്യജിക്കുമ്പോൾ മുക്തനായി. ആ ഞാനാണ് അവസാനമായി ഉപേക്ഷിക്കപ്പെടേണ്ടത്. അത് അവസാനമേ പോവും. എന്തുകൊണ്ടെന്നോ ആദ്യം ഉണ്ടായതാണ്. ആദ്യം ഉണ്ടായവൻ അവസാനമേ ഒടുങ്ങൂ. ശബരിമല ഒന്നാമത്തെ പടി, 18 പടിയിൽ ഒന്നാമത്തെ പടി നമ്മൾ ആദ്യം ചവിട്ടുന്നു. തിരിച്ചിറങ്ങുമ്പോ 18ാമത്തെ പടിയായിട്ടാണ് അത് ചവിട്ടുന്നത്. ആദ്യം ഉണ്ടായത് ജീവബോധം, അവസാനം അപ്രത്യക്ഷമാകുന്നതും ഇതേ ജീവബോധം. അതിനു മുമ്പ് ബാക്കിയുള്ളതൊക്കെ പോവും, എന്റേതുകളൊക്കെ പോവും, ശരീരം പോവും, ബുദ്ധി പോവും, മനസ്സ് പോവും. ഒടുവിൽ ഒടുങ്ങുന്നത് അഹങ്കാരമാണ്. കാരണം അവനാണ് ഈ സത്യത്തിൽ നിന്ന് ആദ്യമുണ്ടായത്. ആദ്യമുണ്ടായത് അവസാനം പോകും, അവസാനം ഉണ്ടായത് ആദ്യവും പോകും. മല ഇറങ്ങി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്ത് സംഭവിക്കുന്നു? അത് തന്നെയാണ്.
ജീവബോധം അടങ്ങിയാലോ അപ്പോൾ അരുൾ ദർശനം ഉണ്ടാകുന്നു. ആകയാൽ ആ നിലയും മുക്തിയല്ല. എന്തെന്നാൽ പരയോഗം നീങ്ങിയാൽ സുഖദർശനം ഉണ്ടാകുന്നു. എന്തെന്നില്ലാത്ത ഒരു സുഖം, നിരന്തരമായ സുഖം ഉള്ളിൽ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അതും യഥാർത്ഥ ബ്രഹ്മസ്ഥിതിയല്ല. സുഖാതീതം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. എല്ലാം കെട്ടടങ്ങിയ അവസ്ഥയല്ല, എല്ലാം കെട്ടടങ്ങുന്ന ഒരു സ്ഥാനം. ആകയാൽ ആ നിലയും സാക്ഷാത് മുക്തിയാവുകയില്ല. സുഖോദയാനുഭവവും മാറിയാൽ ത്രിപുടിരഹിതമായ സുഖാതീതം തന്നെ ഉദയമാകും. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീലെന്നുപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ഞാൻ സുഖിക്കുന്നു എന്നുള്ള ഒരു ഭാവം, പരമമായ ആനന്ദം, എന്തെന്നില്ലാത്ത ഒരു സുഖം ഉള്ളിൽ അനുഭവിക്കുന്നു. അപ്പൊ അനുഭവിക്കുന്ന ഒരു നിഴലെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ആത്യന്തികമായ നിലയല്ല, പരമോന്നത സ്ഥാനമല്ലാതെ സുഖത്തെ അനുഭവിക്കാൻ പോലും ഒരാളുണ്ടാവില്ല. അതാണ് സുഖാതീതം. പൂർണ്ണമായ വ്യക്തിബോധം പൂർണ്ണമായി ഉപശമിക്കുന്ന സ്ഥാനം എന്നർത്ഥം. സ്വാനുഭവാതീതം ബ്രഹ്മം എന്ന ശ്രുതിവാക്യം അനുസരിച്ച് അനുഭവിക്കുന്നവനെയും അനുഭവജ്ഞാനത്തെയും കടന്ന് സാക്ഷാത് അനുഭവ വസ്തു അഥവാ ബ്രഹ്മം മാത്രമായി ശേഷിക്കുന്ന അതിവിശിഷ്ട നില തന്നെ മുക്തിപദം. അതാണ് ജ്ഞേയം എന്ന് പറഞ്ഞത്. അറിയപ്പെടേണ്ടത്, പ്രാപിക്കപ്പെടേണ്ടത്, എത്തേണ്ട ഇടം എന്നൊക്കെയാണ്. ഈ എത്തേണ്ടിടത്ത് എത്തിയാൽ എത്തിയവനില്ല. സാധാരണ നമുക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് എത്തിയാൽ എറണാകുളത്ത് എത്തിയ ഞാനില്ലാതെയാവും. പക്ഷെ ഈ ആത്മസ്ഥിതിയിൽ എങ്ങനെയാണ്? ജീവനാണല്ലോ ശ്രമിച്ച് വാസനകളെയൊക്കെ അകറ്റി ഈ സത്യത്തിലേക്ക് ചെന്നെത്തുന്നത്. എത്തിച്ചേർന്ന് അവിടെ അങ്ങ് നിൽക്കാൻ പറ്റില്ല, അവിടെ അയാൾ ഇല്ലാതെയാവും. ആ നിലയാണ് മോക്ഷം. ഈ അത്യുന്നതമായി സൂക്ഷ്മാതിസൂക്ഷ്മമായി അറിവേ വടിവായിരിക്കുന്ന നിലയിൽ, വടിവ് എന്ന് പറഞ്ഞാൽ ആകൃതി, രൂപം എന്നാണ്. വടിവൊത്ത നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഈ വടിവ് എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ വരാം. അഴകൊത്ത, വടിവൊത്ത ശരീരപ്രകൃതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആകാരഭംഗി, സുന്ദരമായ ആകൃതി എന്നുള്ള അർത്ഥത്തിലാണ് വടിവ്. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് പേരിടും വടിവ്, അഴക്. ഈ അത്യുന്നതമായി സൂക്ഷ്മാതിസൂക്ഷ്മമായി അറിവേ വടിവായിരിക്കുന്ന നിലയിൽ കീഴനുഭവമായിരുന്ന യാതൊന്നും തന്നെ തോന്നുകയില്ല. അങ്ങനെ തോന്നുന്നത് ശുദ്ധാവസ്ഥയായ താണപടിയിൽ നിൽക്കുന്ന ജ്ഞാനികൾക്കാണെന്ന് ധരിക്കണം. ശുദ്ധാവസ്ഥ എന്ന് പറയുന്നത് നിർഗുണത്തെ അപേക്ഷിച്ച് താഴെയാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് വേണ്ട പോലെ മനസ്സിലാക്കൂ. നമുക്ക് മനസ്സിലാക്കി വെക്കാതെ അനുഭവിക്കുന്നത് പിന്നീടാവാം. എപ്പോഴും നമ്മൾ ഒരു കാര്യം ആദ്യം കേട്ട് ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിശിഷ്ടമായ പഴം അല്ലെങ്കിൽ ഒരു മധുരപലഹാരം, ഇത് കഴിച്ച ഒരാൾ വന്ന് നമ്മോട് അതിനെക്കുറിച്ച് വിവരിച്ച് പറയുകയാണ്. ആ വിവരണം കേൾക്കുമ്പോൾ അയാളുടെ മുഖഭാവവും അയാൾ അതിൻ്റെ സ്വാദ് വിവരിക്കുന്ന ആ പദങ്ങളും ശൈലിയും എല്ലാം കേൾക്കുമ്പോൾ എന്തോ വിശേഷപ്പെട്ട ഒന്നായിരിക്കണം, തനിക്കും അത് ഭക്ഷിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവാറില്ലേ? ഇതുപോലെ തന്നെയാണ് ഈ ആത്മജ്ഞാനികൾ ഈ ബ്രഹ്മാനന്ദത്തെ വർണ്ണിച്ച് 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 നമ്മിൽ ബ്രഹ്മാനന്ദത്തിനുള്ള ഒരു കൊതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൊതി, വിഷയങ്ങളിൽ കൊതി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ആ കൊതി അടങ്ങാനും പോകുന്നില്ല. പക്ഷെ ഈ ആത്മാനന്ദത്തിൽ കൊതി ഉണ്ടായി. ആ കൊതി കൊണ്ട് കൊതി മൂത്ത് ഈ ആത്മാവിലേക്ക് എടുത്ത് ചാടിയാൽ കൊതിയൻ തന്നെ ഇല്ലാതെയാണ്. ഇനി ആർക്ക് കൊതി അവശേഷിക്കും? നിങ്ങൾ പറയൂ. കൊതിയൻ തന്നെ ഇല്ല. പക്ഷെ ഈ കൊതിയനെ എടുത്ത് ചാടിക്കണമല്ലോ ആ സത്യത്തിലേക്ക്. അതിന് കൊതി ഉണ്ടാക്കുന്ന രീതിയിൽ ജ്ഞാനികൾ സത്യത്തെ, ആനന്ദത്തെ വർണ്ണിക്കും. അങ്ങനെ വർണ്ണിച്ച് കേട്ട് 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 ഇത് വിശേഷപ്പെട്ട ഒന്നാണ്, കൊള്ളാം, വാസ്തവത്തിൽ ഇതാണ് മനുഷ്യൻ നേടേണ്ടത് എന്നൊരു തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ടായി വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തി വന്ന് വിവേകിയായി ആ സത്യത്തെ മാത്രം ചിന്തിച്ച് സത്യത്തിൽ പ്രേമം മൂത്ത്, കൊതിമൂത്ത്, ഭക്തിമൂത്ത്, ആർത്തിമൂത്ത്, അത്യാഗ്രഹം മൂത്ത്, അല്ല അങ്ങനെയൊക്കെ പറയാമോ? പിന്നെ അല്ലാതെ പിന്നെ വേറെന്താ? ഈ തീവ്ര മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താണത്? തീരാത്ത കൊതി. ആ കൊതിയുടെ മുമ്പിൽ മറ്റ് കൊതികളൊക്കെ അസ്തമിച്ചു പോകും. ഇന്ദ്രിയ സുഖങ്ങളോടുള്ള കൊതി, വിഷയങ്ങളോടുള്ള കൊതി, സമ്പാദ്യത്തോടും ബന്ധങ്ങളോടും കുടുംബ ബന്ധങ്ങളോടും കുട്ടികളോടും രാഷ്ട്രത്തോടും
ദേശത്തോടും എല്ലാം ഉള്ള കൊതിയുണ്ടല്ലോ. ഓരോ നമ്മളതിനെ സ്നേഹം, ഭക്തി എന്നൊക്കെ പല പേരും പറഞ്ഞു വിളിക്കും. അതൊക്കെ ഈ ആത്മകൊതി, ബ്രഹ്മകൊതി, ആ കൊതിയുടെ മുമ്പിൽ നിസ്സാരങ്ങളായി പോകും. അങ്ങനെയാണ് ഒരാള് ഈ ആത്മാവിൽ ചെന്നെത്തുന്നത്. അല്ലാതെ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതൊക്കെ കുറെയൊക്കെ അനുഭവിച്ചിട്ട് അത് പതുക്കെ വരും. അതിന് വലിയ തിരക്കൊന്നും കൂട്ടേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ അതാണല്ലോ, അപ്പൊ അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മുടെ വ്യാഖ്യാനങ്ങളാണ്. സ്വയം ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണിടുകയോ ചെയ്യുന്നതാണ്. എന്താ ഇത്ര തിരക്ക്? എത്ര വയസ്സായി? 50. ഇപ്പോഴേ വേണമെന്നാണ്. സമയമായിട്ടില്ല എന്ന്. ഇവർക്ക് ഒരിക്കലും സമയമാവില്ല. മരണശയ്യയിൽ കിടക്കുമ്പോഴും അവർ പറയുന്നത് സമയമായിട്ടില്ല, സമയമായില്ല പോലും, സമയമായില്ല പോലും. ക്ഷമ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. വാസവത്തിലേ പറയുന്നത്. അപ്പൊ നമുക്ക് തീവ്രമായ മുമുക്ഷുത്വം വേണം ഉള്ളിൽ ഉണ്ടാവേണ്ടത്. എത്ര കണ്ട് ഈ മോക്ഷ ഇച്ഛ തീവ്രമാവുന്നുണ്ടോ അത്രയും വേഗം നാം സത്യത്തിലേക്ക് എത്തും. തീവ്രതയാണ് അവിടെ കാര്യം. എല്ലാവർക്കും കിട്ടിയാൽ കൊള്ളാം, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് പരമപ്രാധാന്യം ആരും കൽപ്പിക്കുന്നില്ല. അപ്പൊ തീവ്ര മുമുക്ഷുക്കൾക്ക് വേണ്ടിയാണ് ഈ ഒഴിവിലൊടുക്കം എന്ന ഗ്രന്ഥം തന്നെ. ബാക്കിയുള്ളവരൊക്കെ അങ്ങ് അകന്നു നിന്നോളൂ എന്നാണ്. അടുത്ത് വരണ്ട, ദൂരെ നിന്ന് കേട്ടോളൂ. ഈ ഗ്രന്ഥത്തിലേക്ക് ഊളിയിട്ടിറങ്ങണമെങ്കിൽ, ഈ ഗ്രന്ഥത്തിന്റെ അഗാധ തലങ്ങളിൽ എത്തണമെങ്കിൽ ഒരു തീവ്ര മുമുക്ഷുവിന് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ടാണ് ഇതിനൊന്നും വലിയ പ്രചാരം കിട്ടാതെ പോയത്. തീവ്ര മുമുക്ഷുക്കൾ എത്ര പേരുണ്ട്? ഇതൊക്കെ പറഞ്ഞാൽ അല്പമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ ജനതയുടെ എത്ര ശതമാനം ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല 1% ഉണ്ടാവില്ല. 100-ൽ ഒരാൾക്ക് പോലും. കൃഷ്ണൻ തന്നെ പറഞ്ഞത് 1000-ൽ 1 എന്നാണ്, 0.1% എന്നാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. 1000 എന്നല്ല, സഹസ്രേഷു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്നാണ്. അങ്ങനെ പ്രയത്നിക്കുന്ന 1000-ങ്ങളിൽ ഒരാൾക്ക് കിട്ടുമെന്നല്ല, കിട്ടിയാലായി എന്നാണ്. കിട്ടാതിരിക്കാം. അപ്പൊ അതിന്റെ വിരളത നോക്കൂ, അതിന്റെ ദൗർലഭ്യം. മോക്ഷത്തിന്റെയും ദൗർലഭ്യം, മുക്തന്റെയും ദൗർബല്യം, വിരക്തന്റെയും ദൗർലഭ്യം. ഇങ്ങനെ എല്ലായിടത്തും ദുർലഭതയാണ് കാണുന്നത്. നല്ല ആചാര്യന്മാരെ കിട്ടാറില്ല, നല്ല ശിഷ്യന്മാരെയും കിട്ടാറില്ല, നല്ല പുസ്തകങ്ങളും കിട്ടാറില്ല, നന്മ കാണാനേ ഇല്ല. അപ്പൊ നോക്കൂ, ഈ വിരളത, ദൗർലഭ്യം എല്ലായിടത്തും ഉണ്ട്. ശുദ്ധമായ സാധനങ്ങൾ കിട്ടാറില്ല, എല്ലാം മായം കലർന്നത്. മായം കലർന്നത് എന്ന് പറഞ്ഞാൽ മായ കലർന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം മായം കലർന്നതായിരിക്കും. മായം വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രപഞ്ചത്തിലെല്ലാം സ്പ്യൂരിയസ് ആയിരിക്കും, മായ കലർന്നതായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ദൃഢചിത്തതയോടുകൂടെ, ഉറച്ച വിശ്വാസത്തോടുകൂടെ, മനോബലത്തോടുകൂടെ ഊതിപ്പറപ്പിക്കണം. ഇതാണ് വേണ്ടത്. ചവിട്ടി തെറിപ്പിക്കണം എന്ന് പോലും പറയരുത്. പ്രപഞ്ച പൊടി ഊതിപ്പറത്തപ്പെടണം. അങ്ങനെയാണ് ഒരാള് ഈ സത്യത്തിൽ പ്രതിഷ്ഠിതനായിത്തീരുന്നത്, സത്യത്തെ സാക്ഷാത്കരിക്കുന്നത്. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് നമ്മെ കൃതാർത്ഥരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അല്ല, അത് ശുദ്ധമായ ബ്രഹ്മസ്ഥിതി, കേവല ബ്രഹ്മസ്ഥിതി അത്രയേ പറയാൻ പറ്റൂ. ബ്രഹ്മത്തെ വിവരിക്കാൻ പറ്റുമോ? ബ്രഹ്മത്തെ വിവരിക്കാൻ പറ്റുമോ? ഇല്ല, ഞാനെന്നുള്ള ഭാവം ഇല്ല. പിന്നെ അതിനെക്കുറിച്ച് ആര് പറയും? താഴോട്ടിറങ്ങി വന്നാൽ പറച്ചിൽ സാധ്യമാണ്, പക്ഷേ നില താഴോട്ടായിപ്പോയി. അതിൽ നിൽക്കുമ്പോൾ സംസാരം സാധ്യവുമല്ല. ആ വ്യക്തിക്ക് മാത്രം നല്ലതുപോലെ അറിയാം. ആ വ്യക്തിക്ക് ബ്രഹ്മം എന്താണെന്നുള്ളത് നല്ലതുപോലെ അറിയാം, പക്ഷെ പ്രകടമാക്കാനോ വ്യക്തമാക്കാനോ ഒന്നും. അദ്ദേഹത്തിന് നിസ്സംശയമായി ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ സത്യം തെളിഞ്ഞു.